സോ ഇത് ഞങ്ങളുടെ ഇവിടെ ഡെയിലി യോഗ സെഷനിലെ കുറച്ച് ഫോട്ടോസ് ആണ്. എല്ലാ ദിവസവും യോഗ മാൻഡേറ്ററി ആണ്. എല്ലാ ദിവസവും 7 മണി തൊട്ട് 8:30 വരെ ഞങ്ങൾക്ക് അവിടെ യോഗയുണ്ട്. അതൊരു ഡെയിലി റുട്ടീനായിട്ട് യോഗയില്ലാതെ ഞങ്ങൾക്കൊരു ദിവസവും ഇല്ല. സോ ദിസ് ഈസ് ഹൗ വി ക്യൂർ. സോ വി ആർ മാനേജിങ് എ ഡിസീസസ് ഇൻ ത്രൂ ദീസ് 3 മെത്തേഡ്സ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രെസ് മാനേജ്മെന്റ്. സ്ട്രെസ് മാനേജ്മെന്റിലൂടെ ഒരു രോഗത്തിന്റെ പിന്നിലുള്ള അടിസ്ഥാന ഇമോഷനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തേതാണ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. കാരണം നമുക്കറിയാം, മിക്കവാറുമുള്ള നമുക്ക് സംഭവിക്കുന്ന എല്ലാ രോഗങ്ങളുടെയും റൂട്ട് കോസ് തേടിപ്പോയാൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് സ്ട്രെസ്സും ലൈഫ് സ്റ്റൈലും. ഇത് രണ്ടും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രോഗങ്ങളുടെ റൂട്ട് കോസ് ഇല്ലാണ്ടായി എന്ന് വേണം പറയാൻ. അത് തന്നെയാണ് എല്ലാ അസുഖങ്ങളും കറക്റ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. പിന്നെ മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഫങ്ഷണൽ കറക്ഷൻ. ഫങ്ഷണൽ കറക്ഷൻ നിങ്ങൾക്കറിയാം, ഫങ്ഷണൽ കറക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ പഞ്ചകർമ്മയൊക്കെ ചെയ്യുന്നത്. ശരീരത്തിലുണ്ടാകുന്ന ഫങ്ഷണൽ ഒബ്സ്ട്രക്ഷനുകളും ഫങ്ഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെയും കറക്റ്റ് ചെയ്യുക. പക്ഷേ വീണ്ടും എടുത്തു പറയട്ടെ, ഈ പഞ്ചകർമ്മയിലൂടെ കറക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് രണ്ടാമത് തിരിച്ചു വരുന്നത് അതിന്റെ ബേസിക് കോസ് ആയിട്ടുള്ള ഈ ലൈഫ് സ്റ്റൈലിനെയും സ്ട്രെസ്സിനെയും മാനേജ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചകർമ്മ ചെയ്ത് കഴിഞ്ഞാലും വർഷാവർഷം പഞ്ചകർമ്മ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ അതുകൊണ്ടാണ്. അതുകൊണ്ട് റൂട്ട് കോസിനെ കറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 1000 ഗ്രാമിൽ പഞ്ചകർമ്മ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് സ്ട്രെസ് എന്ന് നമുക്ക് പറയാം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഭീകരനൊന്നുമല്ല. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ചുറ്റുപാടുകളുമായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു റെസ്പോൺസിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ അതിനോട് പൊരുതുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക, ഈ ഒരു റെസ്പോൺസ് മാത്രമാണ് സ്ട്രെസ്. പക്ഷേ ഇത് അനാവശ്യമായിട്ടുണ്ടായാലോ അപ്പോഴാണ് അത് രോഗകാരണമാകുന്നത്. എന്തുകൊണ്ടാണ് ഇത് അനാവശ്യമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ മൃഗങ്ങളിലും ഉണ്ട് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. പക്ഷേ ആ മൃഗങ്ങളുടെ ഒരു പ്രത്യേകത, അവർക്ക് അവരുടെ ശത്രുവിനെ കൺമുൻപിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് മുമ്പിൽ ഒരാളെ കാണുമ്പോൾ അത് പ്രേ ആണോ പ്രിഡേറ്റർ ആണോ എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനെതിരെ പൊരുതണോ ഓടി രക്ഷപ്പെടണോ എന്നുള്ള കൃത്യമായ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളുടെ അവസ്ഥ തീരെ വ്യത്യസ്തമാണ്, വളരെ വ്യത്യസ്തമാണ്. കാരണം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്, നമ്മൾ ഫേസ് ചെയ്യുന്നതും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് കാണാൻ പറ്റാത്ത ശത്രുക്കളുമായിട്ടാണ്. നമ്മളുടെ ഫിനാൻഷ്യൽ ടാർഗറ്റുകൾ, ലോണുകൾ, EMI-കൾ, ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയിൽ നിന്നുള്ള പ്രഷറുകൾ, പിയർ പ്രഷറുകൾ, ഇതൊന്നും നമുക്ക് ടാഞ്ചിബിൾ അല്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ പോലും നമ്മൾ സ്ട്രെസ്ഡ് ആണ്, നമ്മൾ ആങ്ഷ്യസ് ആണ്, നെർവസ് ആണ്. ഈ നെർവസ്നെസ് ആണ് നമ്മളെ മറ്റ് ജീവികളെ അപേക്ഷിച്ച് സ്ട്രെസ് ഒരു രോഗകാരണമായി മാറാൻ മനുഷ്യന് കാരണമാകുന്നത്. ഇത്തരത്തിലുള്ള നമ്മളുടെ ഉയർന്ന ബുദ്ധി നിലവാരം തന്നെയാണെന്ന് പറയാം. സോ സൈക്കോസൊമാറ്റിക് ഇൽനെസസ്. സൈക്കോസൊമാറ്റിക് ഇൽനെസസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്താണ് ഈ സൈക്കോസൊമാറ്റിക് ഇൽനെസസ്? നമ്മൾ സ്ഥിരം കാണുന്ന അസുഖങ്ങളെല്ലാം സൈക്കോസൊമാറ്റിക് ആണ്. ഈവൻ ബാക്ക് പെയിനും നെക്ക് പെയിനും. നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന, നേരത്തെ പറഞ്ഞു, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്, പൊരുതുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക. ഇതിന്റെ പിന്നിൽ സംഭവിക്കുന്ന ഒരു ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മുടെ നെർവ്സ് ഹൈപ്പർ ആക്റ്റീവ് ആവും. അപ്പൊ അതുമൂലം ന്യൂറോ മസ്കുലർ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, അതുമൂലം മസിൽ സ്പാസം കൂടുന്നു. ഇതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, നമ്മുടെ ഇമ്മ്യൂൺ മെക്കാനിസം നമ്മുടെ ശരീരത്തിനെതിരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ. അതിന് നമ്മുടെ ഇമ്മ്യൂൺ മെക്കാനിസത്തെ കൺട്രോൾ ചെയ്യുന്നത് മനസ്സ് തന്നെയാണ്. അലർജി ആസ്മയും സ്ട്രെസ് ട്രിഗർ ചെയ്യുന്നു. പെയിൻ സിൻഡ്രോമുകൾ, മൈഗ്രെയിൻ, ഫൈബ്രോമയാൽജിയ, സ്കോളിയോസിസ്, അഡൽട്ട് സ്കോളിയോസിസുകളെല്ലാം സ്ട്രെസ് കൊണ്ടുണ്ടാകുന്നവരാണ്. പീഡിയാട്രിക് സ്കോളിയോസിസുകൾ, കുട്ടികളുണ്ടാകുന്ന സ്കോളിയോസിസുകളെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, IBS, സ്ട്രെസ് കൊണ്ടുണ്ടാകുന്നവയാണ്. നീ പെയിൻ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. പിന്നെ ഇതെല്ലാം ഞങ്ങൾ മാനേജ് ചെയ്യുന്നത് സ്ട്രെസ്സിനെ മാനേജ് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഞങ്ങൾ മാനേജ് ചെയ്യുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. സോ ഇത് സ്കോളിയോസിന് ഞങ്ങളുടെ അവിടെ ഒരു 3 ആഴ്ച 4 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് കൊണ്ടുണ്ടായ ഒരു ഡിഫറൻസ് ആണ് ഈ കാണുന്നത്. This is another video of another photo of scoliosis result. This is another one. So we are the only hospital managing scoliosis in Kerala. So without surgery. So this is a untreatable disease, which is Marfan syndrome. So this patient came to us 1 year before and he was unable to walk and he was having some cardiac problems. ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് വന്നത്. 1000 ഗ്രാമിലെ ചികിത്സയ്ക്ക് ശേഷം ആ കുട്ടിക്കുണ്ടായ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇൻക്യൂറബിൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും എഴുതി തള്ളിയ ഒരു കേസാണ്. നമ്മുടെ ടൂൾസ്, ആയുർവേദ, പഞ്ചകർമ്മ, യോഗ ആൻഡ് മോഡേൺ സൈക്കോളജി, ഇതാണ് നമ്മളുടെ ടൂൾസ്. പഞ്ചകർമ്മ എന്ന് പറയുന്നത് നമ്മളുടെ കേവലം തിരുമൽ ഒഴിച്ചിലും മാത്രമല്ല, വമനം, രക്തമോഷണം, വസ്തി, നസ്യം, വിരേചനം മുതലായ ക്രിയകളിലൂടെ അതിന്റെ പൂർവ്വകർമ്മങ്ങളോ പശ്ചാത്കർമ്മങ്ങളോ, അതിന്റെ പ്രീ ഓർ പോസ്റ്റ് പ്രൊസീജിയേഴ്സ് മാത്രമാണ് ഈ തിരുമലും ഒഴിച്ചിലുകളും ഒക്കെ വരുന്നത്.
രണ്ടാമത്തെ നമ്മളുടെയാണ് യോഗ. യോഗ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല, യമം നിയമം ആസനം അങ്ങനെ ഒരു ടോട്ടൽ ഒരു സൈക്കോളജിക്കൽ കറക്ഷൻ, ഒരു നമ്മളുടെ ഒരു റുട്ടീൻ സൈക്കോളജിക്കൽ കറക്ഷനാണ് ഈ യോഗയിലും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഞങ്ങളവിടെ ചെയ്യിക്കുന്ന കുറേ യോഗാസനങ്ങളാണ്. ഇതിലൊരു 90% ആസനങ്ങളും അവിടെ നടുവേദനയായിട്ട് വരുന്ന ഒരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കണ്ടീഷനിലെ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അതായത് വേദന റെസ്റ്റ് എടുത്ത് വേദന മാറ്റി വിടുക എന്നല്ല, ഈ പറയുന്ന ആസനങ്ങളെല്ലാം ചെയ്തിട്ടും വേദന വരാത്ത ഒരു കണ്ടീഷനിൽ മാത്രമേ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുകയുള്ളൂ. സോ എന്താണ് ഞങ്ങളെ മെഡിറ്റേഷൻ? ഞങ്ങളുടെ ഒരു മെഡിറ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് മോഡേൺ സൈക്കോളജി ആൻഡ് യോഗ. യോഗയിൽ നമ്മൾ പറയുന്ന ഒരു സമാധി ഉണ്ടല്ലോ, ഈ സമാധിയിലേക്ക് മോഡേൺ സൈക്കോളജിയുടെ ടെക്നിക് ഉപയോഗിച്ച് നമ്മുടെ ഒരു റൂട്ട് കോസിനെ ഐഡന്റിഫൈ ചെയ്ത്, നമ്മളുടെ ഒരു പ്രശ്നത്തിന്റെ പിന്നിലുള്ള റൂട്ട് ഇമോഷനെ ഐഡന്റിഫൈ ചെയ്ത് അതിൽ മെഡിറ്റേറ്റ് ചെയ്ത് ആ പ്രശ്നത്തിനെ മൂന്നാമതൊരാളായി കുറച്ച് ദൂരെ നിന്ന് നിങ്ങൾക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഏതൊരു പ്രശ്നത്തിനെ കുറച്ച് ദൂരെ മാറി എന്ന് കണ്ടാൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ സ്വയം സാധിക്കും. കാരണം മൂന്നാമതൊരാളുടെ പ്രശ്നത്തിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. സോ അങ്ങനെ നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങൾക്ക് സ്വയം സൊല്യൂഷൻ കണ്ടെത്താൻ സഹായിച്ച നിങ്ങൾക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ, കാരണം ഒരു പോസിറ്റീവ് അഫർമേഷനിലൂടെ കിട്ടുന്ന ഒരു സമാധാനമല്ല, നിങ്ങൾ സ്വയം ഒരു സമാധാനം കണ്ടെത്തുമ്പോൾ കിട്ടുന്നത്. അത്തരത്തിലൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ആയുർഗ്രാം. സോ ഹൗ വി ആർ യുണീക്ക്. സോ നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും ഒക്കെ പ്രധാനമാണ് എന്ത് ചിന്തിക്കുന്നത് എന്നുള്ളത്. അതിനാണ് ഞങ്ങൾ അധികം പ്രാധാന്യം കൊടുക്കുന്നത്. മെഡിസിൻ ഒരിക്കലും ഒരു പെർമനന്റ് സൊല്യൂഷനായി ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല. പഞ്ചകർമ്മ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ഞങ്ങൾ ഒരു അസുഖവും ക്യൂർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അസുഖം ക്യൂർ ചെയ്യാനുള്ള ഏറ്റവും മനോഹരമായ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഫിസിക്കലി മെന്റലി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കി നിങ്ങളെ കൊണ്ട് സ്വയം ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആയുർഗ്രാമിൽ ബാക്കി ഏത് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റും ആയുർഗ്രാമിൽ ലഭിക്കും. പക്ഷേ ആയുർഗ്രാമിൽ കിട്ടുന്ന ഒന്നും വേറെ എങ്ങും നിലവിൽ കിട്ടില്ല. ആയുർഗ്രാമിൽ ഒരു തവണ ചികിത്സ തേടിയിട്ടുള്ളവർക്ക് അവിടുന്ന് പോകുമ്പോൾ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെ ഞങ്ങളുടെ അവിടുത്തെ യാത്രയപ്പ് നേരിട്ട് കണ്ടിട്ടുള്ള ജിബിച്ചേട്ടനും അല്ലെങ്കിൽ വിശ്വാസാറും ഒക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവിടുന്ന് ആളുകൾ എങ്ങനെയാണ് അവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്, അല്ലേ?